വെക്കേഷൻ ആയതുകൊണ്ട് കുറേ നേരം ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ തോന്നി. അപ്പോൾ ടീച്ചറെ വിളിച്ചു, ഫ്രണ്ട് ആയ ടീച്ചറെ വിളിച്ച് ചോദിച്ചപ്പോൾ രണ്ടാം മൂഴം ഉണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇല്ല, ഞാൻ 3 ബുക്ക് ഓൾറെഡി ലൈബ്രറിയിൽ നിന്ന് എടുത്ത കാരണം ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ടീച്ചർ ലൈബ്രറിയിലൊരു മെമ്പറാണ്, അതുകൊണ്ടാണ് ടീച്ചറോട് ആവശ്യപ്പെട്ടത്. എൻ്റെ ഫ്രണ്ടാണ് വിനോദിനി ടീച്ചർ. അപ്പോൾ പിന്നെ സ്വന്തം കളക്ഷനിൽ തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയി നോക്കിയപ്പോഴാണ് ഒരുപാട് കാലം മുൻപ് ഞാൻ ആവേശത്തോടെ വായിച്ച എൻ്റെ അമ്മ എന്നുള്ള ബുക്ക് എടുത്തത്. ഇന്നിപ്പോൾ അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യമൊന്നുമില്ല, മനസ്സിലും ഇല്ല, ഓർമ്മകളിലും വളരെ കുറവാണ് അതിനെക്കുറിച്ച്. മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രണയവും വെറുപ്പും ദാരിദ്ര്യവും എല്ലാം ആഹ്ലാദവുമെല്ലാം ഗോർക്കി വളരെ നന്നായിട്ട് അതിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിലെ ഓരോ വരികളും അന്ന് വായിച്ച് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. കണ്ടോ, മിനിന്ന് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കയ്യിൽ കിട്ടിയ ഉടനെ സന്തോഷത്തിൽ. പക്ഷെ എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ ബുക്കുകൾ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തൊക്കെ സന്തോഷം, എൻ്റെ സന്തോഷം. എൻ്റെ ഹസ്ബൻഡായ കുമാരേട്ടൻ്റെ കയ്യിലും ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ നഷ്ടപ്പെട്ടതാണ് രണ്ടാം മൂഴം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പോൾ ഇല്ല. വിപ്ലവകാരിയായ മകൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന അമ്മയാണ് അതിൽ കഥാപാത്രം, അല്ലേ? അവസാനം അമ്മ തന്നെ വിപ്ലവകാരിയായി മാറുകയാണ്. അമ്മയോടുള്ള അച്ഛൻ്റെ ക്രൂരത കണ്ടു വളർന്ന മകനൊരു മനുഷ്യ സ്നേഹിയാകുക. ആ കഥ ആണ് മാക്സിം ഗോർക്കിയുടെ അമ്മ. അതിലെ അവസാന വരികളാണിത്. വിഡ്ഢികളെ, നിങ്ങൾ ജനങ്ങളുടെ വെറുപ്പ് വാരിക്കൂട്ടുകയേ ഉള്ളൂ, അത് നിങ്ങളുടെ മേൽ തന്നെ വന്നു വീഴും. അത് ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രസക്തമായ വരികളാണല്ലേ. ഗോർക്കി പറഞ്ഞു വയ്ക്കുന്നത് പൊതുജീവൻ നേടിയ ആത്മാവിനെ കൊല്ലാൻ സാധ്യമല്ല എന്നാണ്. ഇന്നിപ്പോൾ അമ്മയിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ കുറച്ച് സമയം എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച്.